ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നേന്ത്രപ്പഴം കൊണ്ട് എങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: 3 നേന്ത്രപ്പഴം പുഴുങ്ങിയത്, 1 സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, ചിരകി വെച്ച തേങ്ങ 1 കപ്പ്, പിന്നെ കുറച്ച് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് സ്റ്റവിൽ പാൻ വയ്ക്കാം. പാൻ ചൂടായതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് നല്ലപോലെ ഉരുകിയതിന് ശേഷം നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്ത് നല്ലപോലെ ഇളക്കുക. അതിൽ പഞ്ചസാരയും ചേർത്താം. പഞ്ചസാരയും തേങ്ങയും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ തേങ്ങയിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് 3 സ്പൂൺ ബ്രെഡ് പൊടിച്ചത് ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനെല്ലാം കട്ട്ലേറ്റ് രൂപത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു മുട്ട നമുക്ക് നല്ലത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ കട്ട്ലേറ്റിനെ മുക്കിയെടുക്കാം. ഇത് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിലോട്ട് ഇട്ട് നല്ല കോട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാ കട്ട്ലേറ്റും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അതിന് പാൻ വെക്കുന്നുണ്ട്, ഓയിൽ ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന്. ഓയിൽ ചൂടായതിന് ശേഷം ഓരോ കട്ട്ലേറ്റായി നമുക്ക് പൊരിച്ചെടുക്കാം. കട്ട്ലേറ്റ് ഏകദേശം ആവാറായിട്ടുണ്ട്.
നമുക്കൊരു ഗോൾഡൻ മെറൂൺ കളറാകുമ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം. കട്ട്ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായി കോരിയെടുക്കാം. ഇത് ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്